ജീവന് മുന്നിൽ അതിരുകൾ മാഞ്ഞു. ഒമാനിൽ മരണക്കയത്തിൽ നിന്ന് 2 ഇന്ത്യക്കാരെ കൈപിടിച്ചുയർത്തി പാകിസ്ഥാനി യുവാവ്. കൈയടിച്ച് സോഷ്യൽ മീഡിയ. ഒമാനിൽ മഴ കനത്തു തന്നെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഗസബിൽ നാശനഷ്ടം രൂക്ഷം. മത്രയിൽ കടകൾ തുറന്നു, വീണ്ടും വെള്ളം കയറി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. അതിരില്ലാത്ത ഒരു ഇന്ത്യ പാകിസ്ഥാൻ ജീവിത കഥയ്ക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒമാനിലെ ബർക്കയിലാണ് സംഭവം. ഒമാനിൽ തുടരുന്ന കനത്ത മഴയ്ക്കിടെ വാദിയിലെ ഒഴുക്കിൽപ്പെട്ട് മരണക്കയത്തിലേക്ക് നീങ്ങിയ 2 ഇന്ത്യക്കാരെ സാഹസികമായി പുറത്തെത്തിക്കുന്ന പാകിസ്ഥാനി യുവാവിന്റെ വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ബർക്കയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനി സ്വദേശി ഷഹ്സാദ് ഖാനാണ് ദുരന്തമുഖത്ത് മനസാന്നിധ്യത്തോടെ പ്രവർത്തിച്ച് 2 ജീവൻ തിരിച്ചുപിടിച്ചത്. അതിലുപരി അപകടത്തിൽപ്പെട്ടവരുടെ ദേശമോ ഭാഷയോ നോക്കാതെ മനുഷ്യനെന്ന പരിഗണന മാത്രം നൽകിയതിനാണ് ഈ 25-കാരൻ സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടിയത്. ഞായറാഴ്ച വൈകിട്ട് 4:30-യോടെയായിരുന്നു സംഭവം. കനത്ത മഴയെ തുടർന്ന് ബർക്കയിലെ ഒരു വാദി കരകവിഞ്ഞൊഴുകുകയായിരുന്നു. 100 കണക്കിന് പേർ വാദിയുടെ അരികിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ഒരു കാർ വാദി മുറിച്ചു കടക്കാൻ ശ്രമിച്ച് വെള്ളത്തിൽ കുടുങ്ങുകയായിരുന്നു. വെള്ളത്തിൽ ഭാഗികമായി മുങ്ങിയ കാറിന് മുകളിലേക്ക് പാലത്തിൽ നിന്ന് വാഹനത്തിന്റെ മുകളിലേക്ക് ഷഹസാദ് ചാടി. ആദ്യം കാലുകൾ ഉപയോഗിച്ച് ഗ്യാസ് തകർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് കല്ലുപയോഗിച്ച് ഗ്യാസ് പൊട്ടിച്ചു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രശംസിക്കപ്പെടുകയാണ്. ഷഹസാദ് ഖാനെ പാകിസ്ഥാൻ സോഷ്യൽ ക്ലബ് അഭിനന്ദനം അറിയിച്ചു. ഖാന്റെ അതിരില്ല മനുഷ്യ സ്നേഹത്തിന് ആദരമൊരുക്കാൻ ഒരുങ്ങുകയാണ് ഒമാനിലെ പാകിസ്ഥാൻ എംബസിയും പാകിസ്ഥാൻ പ്രവാസി സമൂഹവും. വടക്കൻ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലും വിലായത്തുകളിലും ബുധനാഴ്ച ശക്തമായ മഴ അനുഭവപ്പെട്ടു. മുസദ്ദം ഗവർണറേറ്റിൽ ചൊവ്വാഴ്ച തുടങ്ങിയ കനത്ത മഴയിൽ കെടുതികൾ തുടരുകയാണ്. കസബിൽ വാദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച അതിശക്തമായ മഴ പെയ്ത കസബിൽ പ്രളയം റിപ്പോർട്ട് ചെയ്തിരുന്നു. കസബിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത്. നിരവധി കാറുകൾ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. പ്രദേശത്ത് കുടുങ്ങിയ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. അൽ മസറാത്ത് എന്നറിയപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് നിലവിലെ കനത്ത കാലാവസ്ഥയ്ക്ക് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ്, മുസന്ന, ബർക്ക, നഖൽ, അവാബി, വാദി അൽ മാവിൽ എന്നീ വിലായത്തുകളിൽ ബുധനാഴ്ച മിതമായ തോതിലാണ് മഴ വർഷിച്ചത്. അതേസമയം അദ്ദാഹിറ ഗവർണറേറ്റിലെ യാൻകുൻ വിലായത്തിലെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശക്തമായ മഴ ലഭിച്ചതിനെ തുടർന്ന് മേഖലയിലെ നിരവധി വാദികൾ നിറഞ്ഞൊഴുകി. അദ്ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിലും വിവിധ ഗ്രാമങ്ങളിലും മഴ ലഭിച്ചു. വാദി അൽ ഹിജ്രി ഉൾപ്പെടെ നിരവധി വാദികളും ചെറുനദികളും സജീവമായി. വിലായത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിച്ചതോടെ അണക്കെട്ടുകൾ കര കവിഞ്ഞൊഴുകി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ലിവാ വിലായത്തിൽ ശക്തമായ കാറ്റും മഴയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ നിരവധി വാദികളും ഒഴുക്കുകളും രൂപപ്പെട്ടു. ചില പ്രദേശങ്ങളിൽ പ്രധാന റോഡുകളിലും സർവീസ് റോഡുകളിലും ഗതാഗതം പൂർണ്ണമായി നിലച്ചതായും റിപ്പോർട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് വിഭാഗവും ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷാ നടപടികൾക്കുമായി പരിശ്രമങ്ങൾ തുടരുകയാണ്. ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന മത്ര സൂഖ് പ്രതീക്ഷയോടെ ബുധനാഴ്ച രാവിലെ മുതൽ തുറന്നു പ്രവർത്തിച്ചെങ്കിലും വീണ്ടും മഴയെത്തിയത് വ്യാപാരികളെ പ്രയാസത്തിലാക്കി. കാര്യമായ കച്ചവടങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും ദിവസങ്ങളായി പൂട്ടിക്കിടക്കുന്നതിനാൽ കട വൃത്തിയാക്കുന്ന ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു കച്ചവടക്കാർ. എന്നാൽ രാവിലെ കണ്ട തെളിഞ്ഞ അന്തരീക്ഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 12-ഓടെ അന്തരീക്ഷം കറുക്കുകയും മഴയെത്തുകയും ചെയ്തു. വൈകിട്ട് 5:30-യോടെ വീണ്ടും മഴയെത്തി. ഇതോടെ സൂക്കിലെ വലിയൊരു വിഭാഗം കച്ചവടക്കാരും കടയടക്കുകയായിരുന്നു. സൂക്കിലെ ഉയരമുള്ള ഭാഗങ്ങളിലുള്ള കടകൾ ഭാഗികമായി തുറന്നു. മഴ കനത്തതോടെ സൂക്കിലൂടെ വെള്ളം നിറഞ്ഞൊഴുകി. മോശം കാലാവസ്ഥയെ തുടർന്ന് വ്യാഴാഴ്ച ചില ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി മവാസലാത്ത് അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തിയാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. വ്യാഴാഴ്ച മസ്കറ്റിലെ ചില പ്രധാന നഗര റൂട്ടുകൾ സർവീസ് നടത്തില്ല. റൂട്ട് 6, 7, 9, 10 എന്നിവയാണ് നിർത്തിവെച്ചത്. അൽ ഖൂദ്, സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി, മബേല, ബുർജൽ സഹ്വ, മിസ്വ ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത്. പ്രാദേശിക സർവീസുകൾക്ക് പുറമെ ഇന്റർസിറ്റി ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മസ്കത്ത് ദുഃഖം റൂട്ട് 52, മസ്കത്ത് ഇബ്രി ബുറൈമി റൂട്ട് 53, മസ്കത്ത് ഹൈമ ദുഃഖം റൂട്ട് 103 എന്നീ സർവീസുകളും റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഷന്ന മസീറ ഫെറി സർവീസ് നിലവിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്,
powered by Purushottam Kanji Exchange.